ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ചാപ്റ്റർ നമ്മൾ പോവാണ് ഡ്രാമ, ഇവോല്യൂഷൻ ഓഫ് ഡ്രാമ. നാടകം എങ്ങനെയാന്ന് നമുക്കത് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ഡ്രാമ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രീസ് ഭാഗത്താണ് ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഗ്രീസിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ 543 ഒരു BC, അഞ്ചു 543 ആദ്യം തുടക്കം വരുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് അത് ഡൈനസിസ് എന്ന് പറഞ്ഞുള്ള ഒരു ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് ഒരു ഗോഡിനെ പോലെ ആദരിക്കുന്നതായിരുന്നു. അപ്പം ആ സമയത്ത് എന്ന് വെച്ചാല് അവര് ഭയങ്കര ഡാൻസും ഭയങ്കര മേഖലയായിട്ട് പാട്ടുമായിട്ടാണ് അവര് പെർഫോമൻസ് അവരുടെ ഈ നാടകത്തിൽ വരുന്നത്. അപ്പോ മുന്നോട്ട് നമ്മളൊരു ഡ്രാമയെ പറ്റി അങ്ങോട്ട് ചിന്തിക്കുവാണെങ്കിൽ ഡ്രാമ എന്ന് വെച്ചാല് ഒരു വൺ ആക്ട് പ്ലേ ആണ്. ഒരു ഒരു നമ്മൾ അഭിനയിക്കുക, അതിന്റെയാണ് അതിന്റെ ഒരു ക്ലാസിക്കൽ ഗ്രീക്ക് കൾച്ചറിൽ അതിന്റെ അർത്ഥം വരുന്നത്. പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഗ്രീക്കിന്റെ ഒരു ഈ തിയേറ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ തിയേറ്റർ നോക്കുവാണെങ്കിൽ ഒരു 14,000 പേർക്കുള്ള ഒരു വലിയ ആംപി തിയേറ്റർ പോലെയാണ് ഇത് സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ ഈ തിയേറ്ററിന്റെ പേര് തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പാകാന്ന്, ഇതൊരു ഡെൽഫി തിയേറ്റർ ആണ് കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോ ഇങ്ങനത്തെ ഒരു തിയേറ്റർ അവര് പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ നല്ല നാടകവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ ഒരു ഔട്ട്ഡോർ തിയേറ്റർ പെർഫോമൻസ് ആദ്യമായിട്ട് അങ്ങനെ തുടങ്ങുവാണ്. പിന്നെ നമുക്കറിയാമല്ലോ ഒരു ട്രാജഡിയും ഉണ്ട്, പിന്നെ ഒരു ഹാസ്യവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രീക്ക് ഡ്രാമയാണ് ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഒരാൾ അവസാനം ആകുമ്പോൾ ഒരു മരിപ്പ്, അല്ലെങ്കിൽ ഒരു കോമഡി എന്ന് പറയുമ്പം അവസാനം ഒരു ഹാപ്പി എൻഡ്, ഒരു നല്ല ഒരു ചിരിയായിട്ട് കൊടുക്കുന്നതാണ് എന്റർടൈൻമെന്റ് പർപ്പസിന് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഗ്രീക്ക് തിയേറ്ററിന്റെ ഒരു മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഒരു തുടക്കം ഇങ്ങനെ ട്രഡീഷൻ ആയിട്ട് ഇങ്ങനെ അഥൻസിലാണ് അവരിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഡ്രാമ അവിടെ ഫ്ലോം ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങൾ, അതായത് വെസ്റ്റേൺ കൾച്ചറും മറ്റേത് അവരും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അഥൻസ് ആയിരുന്നു അവിടെ മെയിൻ ഉള്ള ഒരു സ്ഥലം, അവിടെ ഈ പെർഫോമൻസ് ചെയ്യാനും ഒരു നാടകം ചെയ്യാനുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ ട്രാജഡി എന്ന് പറയുമ്പം അവർക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്നാണ് താലിയ എന്ന് പറയുന്നത്. താലിയ എന്ന് പറഞ്ഞ ഒരു കോമഡിക്കകത്തുള്ള ഒരു മ്യൂസ് ക്യാരക്ടറാണ്. മ്യൂസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രീക്ക് മ്യൂസസ് അവരിങ്ങനെ മുഖം ഒക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഉള്ള കഥാപാത്രങ്ങളാണ്. മെലോ മെലോപ്മീൻ അതും ഒരു ട്രാജഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് ഭാഗം അവരുടെ ഒരു നാടകത്തിൽ മെയിൻ ആയിരുന്നു. പിന്നെ അരിസ്റ്റോട്ടിൽ നമുക്കറിയാം, പ്ലാറ്റോ അറിയാം, അവരൊക്കെ നല്ല ഈ കഥാപാത്രങ്ങൾ കുറെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം പോയിറ്റിക്സ് എന്ന് പറഞ്ഞ അരിസ്റ്റോട്ടലിനകത്ത് ഭയങ്കരമായിട്ട് ഡ്രമാറ്റിക് തിയറി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവര് ഓരോ ഭാഗം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, എപ്പിക് ആയിട്ടും ലിറിക്സ് ആയിട്ടും. ഇപ്പം എപ്പിക് ആണെങ്കിൽ പറഞ്ഞ ഇലിയാഡോ, ഹോമറിന്റെ ഇതൊക്കെ നമ്മുടെ ഈ ഗ്രീക്ക് തിയേറ്റർ ആണ് മോസ്റ്റ്ലി പോപ്പുലർ ആയിട്ട് അവിടുന്ന് തുടക്കം ഇട്ടത്. അപ്പോ ഡ്രാമ എന്ന് പറയുന്നത് ഈ കോമഡി ഇല്ലാത്ത, ട്രാജഡി ഇല്ലാത്ത, ട്രാജഡി ഇല്ലാത്ത ഒരു ഡ്രാമയാണ് ഇബ്സന്റെ ഡോൾസ് ഹൗസ്. അതൊരു ഗോത്തിക് തീം ആയിട്ടുള്ള ഒരു ട്രാജഡി ഇല്ലാത്ത, കോമഡി ഇല്ലാത്ത ഒരു പ്ലേ ആണ്. പിന്നെ നമ്മൾ അങ്ങനെ 18th സെഞ്ചുറി, 18ാം സെഞ്ചുറിയിലേക്ക് ഇങ്ങനെ കടക്കുമ്പം നമ്മൾ അവിടുത്തെ ഉള്ള തിയേറ്റർ ഭാഗം നോക്കുമ്പം അവിടെ ഒരു പ്രത്യേക ഒരു സ്റ്റേജ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോർജിയൻ 1 ആണ് അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ചക്രവർത്തി. അപ്പൊ അങ്ങനെ വരുമ്പോ ആണ് അവിടുത്തെ ജോർജിയൻ 1 ഇവിടെ കുറെ പ്ലേ ഹൗസസ് അങ്ങനെ തിയേറ്റർ ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നല്ല പുതിയ ഡിസൈനിലാണ് ഫോർമേഷൻ ചെയ്യുന്നത്, പ്രൊസെനിയും ആപ്രൺ സ്റ്റേജും. അത് വരാൻ പോകുന്ന സ്ലൈഡ്സിൽ ഞാൻ കാണിക്കുന്നതാണ്. കുറെയൊക്കെ അവിടെയൊക്കെ നല്ല ഒരു ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വുഡൻ സ്ട്രക്ചേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പെയിന്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും സീനറിയും ഒക്കെ കുറെ ഇങ്ങനെ എൻട്രൻസസിലും ബാക്ക് സ്റ്റേജിലും വരുന്നുണ്ട്. അപ്പോ അങ്ങനെ ആവുമ്പം ഈ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ മൂവ് ഔട്ട് മൂവ് ഇൻ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ബാക്ക് സ്റ്റേജ് ഒക്കെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ന്യൂ തിയേറ്റർ. ഞാൻ പറഞ്ഞു ന്യൂ തിയേറ്റർ ഫോർമേഷൻ അവിടെ ബിൽഡ് ചെയ്യുമ്പോൾ എലിസബത്തൻ തിയേറ്റർ ഒരു ഏപ്രൺ സ്റ്റേജിലോട്ട് മാറുന്നതാണ്. അപ്പൊ ഏപ്രൺ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓഡിയൻസിന് 4 ചുറ്റിനും ഇരിക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്.
ഇപ്പോ ഇംഗ്ലീഷ് സിവിൽ വാർ ഒക്കെ നമുക്കറിയാം നടന്നു കഴിഞ്ഞപ്പോ ചാൾസ് രണ്ടാം അപ്പം ഈ കുറെ ഭാഗത്ത് ഇങ്ങനെ പോയായിരുന്നു, പുറത്തു പോയിട്ട് അവര് ഒരു എക്സൈലിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുവാണ്. അപ്പം ഈ റിവൈവൽ നടക്കുവാണ്. അപ്പൊ തിയേറ്റർ ഒക്കെ പുതിയതായിട്ട് നമ്മൾ ഫോർമേഷൻ ചെയ്യുവാണ്. അപ്പൊ പഴയ തിയേറ്ററിൽ നമുക്കറിയാം ഷേക്സ്പിയൻസ് പ്ലേസ് ഒക്കെ ഇങ്ങനെ പ്ലേ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ ഈ ന്യൂസ് തിയേറ്റർ സ്റ്റാർട്ട് ആവുന്നത്. അവിടെയാണ് ഈ പ്രൊസേനിയം ഞാൻ പറഞ്ഞ ഇതൊക്കെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ എലിസബത്ത് ഡ്രാമ എന്ന് പറഞ്ഞത് അവര് മോസ്റ്റ്ലി യൂസ് ചെയ്തത് കോമഡി എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു റിനൈസൻസ് എലിസബത്തൻ ഡ്രാമ പ്ലേ ഹൗസസ് ഓപ്പൺ ചെയ്തത്. അപ്പോ അവര് കൂടുതൽ മോസ്റ്റ്ലി അതുപോലെ ഫിഗേഴ്സ്, കുറെ അലോഗോറിക്കൽ ഫിഗേഴ്സ്, അതായത് അതിനകത്ത് നമ്മുടെ തീംസ് വരുന്നത് ഹ്യൂമൻ കൈൻഡ്, സാൽവേഷന്, മനുഷ്യത്തിന് ഒരു പുതിയ ഒരു ഉണർവ്, പിന്നെ മൊറാലിറ്റി പ്ലേസ് ഒക്കെ ഇങ്ങനെ കൂടുതൽ ചരിത്രമായിട്ട് ഇത് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ വരുന്ന എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ ആണ്. ഇത് മോസ്റ്റ്ലി ജർമ്മനി ഭാഗത്തിലായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. 1920 ഉള്ള സമയത്ത് അവിടുത്തെ കുറെ തീംസ് വരുന്നത് ഹ്യൂമൻ സൈക്ക്, അല്ലെങ്കിൽ ഒരു ദുരുസ്വപ്നമായിട്ട് നൈറ്റ് മെയർ ഒക്കെ സ്റ്റേജിൽ ഇങ്ങനെ പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷാഡോ, ഒരു ലൈറ്റും ഷാഡോ ആയിട്ട് കുറെ ടെക്നീക്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടംപററി ഡ്രാമ കുറച്ചുകൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ 1960-70s ഈ ഇങ്ങനത്തെ ഡ്രാമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടോം സ്റ്റൊപ്പാർഡ് ഇൻ ഇംഗ്ലണ്ട് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഒരു കളി കളിക്കുന്നത്. അതായത് ലാംഗ്വേജ് ആണ് അവിടുത്തെ മെയിൻ തീമായിട്ട്, ഒരു ബാരിയർ ആയിട്ടും ഒരു സൗണ്ട് ആയിട്ടും ഒരു റിഫ്ലക്ഷൻ ഓഫ് എ സൊസൈറ്റി, ഒരു ഡയലോഗ് ഫോർമേഷൻ കൊടുക്കുന്നത്. അപ്പം ഇത് ലാംഗ്വേജ് ആണ് മെയിൻ അവരുടെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ. പിന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ മിഡീവൽ ഡ്രാമ എന്ന് വെച്ചാൽ അവിടെ തിയേറ്റേഴ്സ് കുറെ മൊറാലിറ്റി പ്ലേസും കുറെ ഡയലോഗ്സും നല്ല ഡെലിവറിയാണ്. പിന്നെ അവിടെ ഇന്റർപ്ലേ എന്നാന്ന് വെച്ചാൽ പ്രീസ്റ്റ് ഒക്കെ ബിബ്ലിക്കൽ ഫിഗേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ചേർച്ച് ട്രഡീഷൻ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ തിയേറ്ററിനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, ഒപ്പോസ് ചെയ്യുമായിരുന്നാണ് കണ്ടത്. ക്രിസ്ത്യൻ കൾച്ചർ എപ്പോഴും തിയേറ്ററിനോട് താല്പര്യം വെക്കാത്തുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മള് മിഡീവൽ ഡ്രാമയിൽ കുറച്ച് അധികം നമ്മളൊന്നും വർക്ക് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ മിഡിൽ ഏജസിലും തന്നെ ഇപ്പൊ യൂറോപ്യൻ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 5th സെഞ്ചുറി തുടങ്ങി 15th സെഞ്ചുറി വരെ വെസ്റ്റേൺ കൾച്ചർ തന്നെ റോമൻ എംപയറിന്റെ തുടക്കം ഇടുവാണ്. അപ്പം അത് ഒരു ഏജ് ഓഫ് ഡിസ്കവറിയാണ്. നമുക്കറിയാം ഗലീലിയോ ഒക്കെ ആ സമയത്താണ് റിനൈസൻസ് ഒക്കെ തിയറി, അവിടെ പുതിയ ന്യൂ ഇൻവെൻഷനും ന്യൂ ടെക്നോളജിയും ഒക്കെ വരുന്നത്. അപ്പൊ ഈ സമയത്ത് ഏജ് ഓഫ് ഡിസ്കവറിയിലാണ് ഈ തിയേറ്ററും കൂടെ നമ്മളെ ഫോർമേഷൻ അതൊരു ഇതാവുന്നത്. അപ്പൊ അധികം ഒന്നും അവിടെ നടന്നിട്ടില്ല തിയേറ്റർ ഫോർമേഷൻ. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ മോഡേൺ ഡ്രാമ എന്ന് പറഞ്ഞാൽ 20th സെഞ്ചുറിയിലോട്ട് കടക്കുമ്പോൾ തന്നെ ഒരു ഡോമിനൻസ് കാണുന്നുണ്ട്. ഒരു പാട്ടായിട്ട് മ്യൂസിക്കൽ ഡ്രാമയാണ് നമ്മൾ ഡോമിനന്റ് ആയിട്ട് കാണുന്നത്. അത് ഇംഗ്ലണ്ടിലാണ് മൊത്തത്തിൽ അത് പോപ്പുലർ ആണ്. വിത്ത് പുതിയ ഒരു എക്സ്പെരിമെന്റേഷൻ, ഒരു ഐഡിയാസും ആയിട്ടൊക്കെ കുറെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രേറ്റ് ഡ്രാമാറ്റിക് ഫോർമേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേജിന്റെ ഒരു ഫോർമേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഓഡിയൻസ് 4 ഭാഗത്തിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ സ്റ്റേജിന്റെ ഇവിടെ നടുക്കാണ് ആക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ്ലി സീനറി ഒക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല വുഡൻ ഫ്രെയിമിലൊക്കെ ആയിരിക്കും. ഇതാണ് നമ്മുടെ അരീന സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഓൾ റൗണ്ട് ദ ആക്ടിങ് ഏരിയ സീറ്റഡ് ആയിരിക്കും. പിന്നെ ഇതാണ് ഏപ്രിൽ ഞാൻ പറഞ്ഞ. അപ്പൊ ഇത് ഹൈലൈറ്റഡ് ഭാഗമാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഈ പ്രോസെനിയം ഇത് 2 വുഡൻ ഫ്രെയിംസ് ആണ്. അപ്പൊ അതിന്റെ അകത്തായിരിക്കും ആക്ടേഴ്സ് പ്ലേ ഔട്ട് ചെയ്യുന്നത്. ഏപ്രിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ആ പാട്ട് ഒരു സ്റ്റേജിന്റെ ഒരു കർട്ടൻ ആണ്, ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഏപ്രിൽ. അപ്പൊ അത് തുടക്കം ഇടുമ്പോ തന്നെ നമുക്കറിയാം അത് നാടകം തുടങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊസനിയം ഇതാണ്. ഈ വുഡൻ ഫിഗർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതാണ് വുഡൻ ഫിഗർ. നമ്മുടെ 95% ഓഫ് പ്രൊഫഷണൽ തിയേറ്ററിൽ നമുക്ക് യൂറോപ്പിനും അമേരിക്കയിലും ഇപ്പോഴും നമുക്കത് കാണാൻ പറ്റും, ആ സ്റ്റേജിങ് ഫോർമാറ്റ്. അപ്പോൾ ബ്രോഡ്വേ ഒക്കെ നമ്മുടെ അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, സോ വിങ്സ് എന്ന് വെച്ചാൽ ഈ സ്റ്റേജ് ഒരു എൻക്ലോസ് ചെയ്യുന്ന ഭാഗത്താണ്. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ ഓഡിയൻസിന്റെ അപ്പുറയുള്ള ഒരു സൈഡാണ്. അപ്പൊ പിന്നെയാണ് നമ്മുടെ ബാക്ക് സ്റ്റേജ് ഒക്കെ വരുന്നത്.
അപ്പൊ ഇതാണ് നമ്മുടെ സീ ത്രൂ ഒരു ഏരിയ, ഒരു കർട്ടൻ പോലെ ഒരു മെറ്റീരിയൽ കാണും. അപ്പൊ അത് നമുക്കത് ഒരു വെന്റിലേഷൻ പോലെ, ഒരു ട്രാൻസ്പെറൻസി പോലെ അത് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ സ്ക്രിം എന്ന് പറയുക. പിന്നെയാണ് ഫ്ലൈസ്. നമ്മുടെ ഒരു എലമെന്റ് ആണ്, ഒരു എലമെന്റ് ഓഫ് ഫാന്റസി, ഒരു എലമെന്റ് ഓഫ് നമ്മളെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് നമ്മൾ ഒരു ഫ്ലോ, മുകളിൽ നിന്ന് ഇങ്ങനെ ആക്ടേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കണ്ടില്ലേ? നമ്മുടെ ഇങ്ങനെ ആക്ടേഴ്സ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോഴാണ് ഫ്ലൈസ് എന്ന് പറയാം. അത് പുള്ളീസ് വെച്ചായിരിക്കും മോസ്റ്റ്ലി അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ആണ്. അപ്പോൾ നമുക്ക് എന്റർടൈൻമെന്റിന് നമുക്ക് തിയേറ്ററിലൊക്കെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഫ്രണ്ട് ഓഫ് ദ ഹൗസ് എന്ന് പറയും. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജ് ആയിരിക്കും മോസ്റ്റ്ലി നോൺ ആക്ടിങ് ഏരിയ എന്ന് വരുന്നത്. അവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ റിലാക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വരുന്ന ഗ്രീൻ റൂമും. പിന്നെ മെസാനിൻ എന്ന് പറഞ്ഞ ഈ സൈഡൊക്കെ നമ്മുടെ വരുന്നത്, ഇവിടെ ഏരിയ ഒക്കെ വരുന്നത് മെസാനിൻ ആണ്. ഇപ്പൊ ഇറ്റ് ഈസ് ദ നെയിം ഗിവൻ ടു ദ ഏരിയ സീറ്റിംഗ് അബവ് ദ സ്റ്റോൾസ്. ഓക്കെ. പിന്നെ അതിന്റെ ഏറ്റവും മുകളിലാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പൊ ബാൽക്കണിയിലൊക്കെ ഓഡിയൻസിൽ അങ്ങനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റും, ഒരു നല്ല ഒരു വൺ ആക്ട് സ്റ്റേജ് പ്ലേ ഒക്കെ, ഡ്രാമ ഒക്കെ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആയിരുന്നു പണ്ടത്തെ കാലത്തും, അങ്ങനെ ആയിരുന്നുണ്ട്. പിന്നെ ഒരു ഒരു ഫ്രഞ്ച് ഒരു ടച്ച് വരുന്ന ഒരു ഫ്രഞ്ച് ഒരു സിംബോളിസം മൂവ്മെന്റ്, ഒരു ഡ്രാമ വരുമ്പോൾ ഫ്രഞ്ച് ആയിട്ടുള്ള ഒരു തിയേറ്റർ ഭാഗത്തിനകത്തുനിന്ന് മൊത്തത്തിൽ ടെക്നോളജി മാറ്റി വെക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 19th സെഞ്ചുറി 18th സെഞ്ചുറിയിൽ വരുമ്പോൾ ഫ്രഞ്ച് ഒരു കൾച്ചറാണ് നമ്മൾ അതിനകത്ത് ഡ്രാമയ്ക്കകത്ത് കാണുന്നത്. സെറ്റയർ പ്ലേ എന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ്ലി ഗ്രീക്ക് മിത്തോളജി എടുത്തിട്ട് അതിനകത്ത് മൊത്തം റിഫ്ലക്ഷൻ, ഒരു ഡ്രങ്കനെസ് അല്ലെങ്കിൽ ഒരു ബിസാർഡിറ്റി നമ്മൾ ഷോ ചെയ്യുവാണെന്ന് വെച്ചാലാണ് ഒരു സെറ്റയർ പ്ലേ എന്ന് വെച്ചാൽ. അപ്പൊ മോസ്റ്റ്ലി അത് ഫോർമേഷൻ ഒരു ഏഷ്യൻ ഗ്രീക്ക് ആയിരിക്കും. അത് ചെയ്യുന്നതും ഒരു ട്രാജിക് കോമഡി ആയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അതൊരു മെറിമെന്റ് ആയിരിക്കും, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനായിരിക്കും. അതുപോലെ തന്നെ റോമൻ ഡ്രാമ, നമുക്ക് ഒരു ജൂലിയസ് സീസർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഇൻഫ്ലുവൻസ് റോമൻ ചക്രവർത്തിമാരും പ്ലേയിലോട്ട് അഭിനയ ഈ എന്നാ പറയുന്നേ, ഡ്രാമ, ഇതിനൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ 509 തുടങ്ങി 27 വരെ ആ റോമൻ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രാമ നമ്മുടെ ഒരു നാടകത്തിനകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ റെസ്റ്റോറേഷൻ ഡ്രാമയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് അവിടുത്തെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി വുമൺ ആയിരിക്കും ക്യാരക്ടേഴ്സ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. പിന്നെ എലിസബത്തൻ ഒരു റീഎംപെട്രേഷൻ തുടക്കത്തിൽ തന്നെ അവര് എലിസബത്തൻ തിയേറ്ററിന് പിന്നീട് ഒരു ഫോർമേഷൻ കൊടുക്കുവാണ്, രണ്ടാമത് ഒരു റീഇൻകാർണേഷൻ കൊടുക്കുവാണ്. അപ്പൊ തിയേറ്റർ സ്ട്രക്ചേഴ്സ് അതുപോലെ തന്നെ ഒരു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഫ്ലുവൻസ് മോസ്റ്റ്ലി എന്നാന്ന് വെച്ചാൽ അവിടെ കപ്ലെറ്റ്, ഹീറോയിക് കപ്ലെറ്റ്, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പർപ്പസ്, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡ്രാമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 2 ഡ്രാമ നമ്മൾ എടുക്കുവാണെങ്കിൽ, റെസ്റ്റോറേഷൻ ഡ്രാമയിലെ കോമഡി ഓഫ് മാനേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ട്രാജഡീസ് എടുക്കുവാണെങ്കിൽ, അവിടെ കോമഡി ഓഫ് മാനേഴ്സ് മോസ്റ്റ്ലി ഒരു ഭയങ്കരം ചിരിയായിരിക്കും. അതായത് ഡയലോഗ്സിന്റെ ഡെലിവറി തന്നെ ഭയങ്കര ഷോർട്ട് ആയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഹീറോയിക് ട്രാജഡിക്കകത്ത്, ഹീറോയിക്ക് ഡ്രാമയ്ക്കകത്ത് കാണുമ്പോൾ നമ്മൾ ഒരു സ്ട്രഗിൾ ആണ് കാണുന്നത്, ഒരു ലവ് ഹോണർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ കൂടുതൽ നമ്മൾ ഒരു വ്യംഗ്യം കൊടുക്കുവാണെങ്കിൽ, അപ്പർ കാസ്റ്റിന് നമ്മൾക്ക് അവര് ഒരു പുച്ഛം കൊടുക്കുവാണെങ്കിൽ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വർച്യൂസ് ആണ് കൂടുതലുള്ളത്. നമ്മളെ നല്ല മാനം, നമ്മുടെ ഓണർ, ഇതൊക്കെയാണ് കൂടുതൽ. വുമനെ ഒരു നല്ല വുമനെ ഒരു പ്രത്യേക സ്ഥാനം, നല്ല അവരെ അവരുടെ ബ്യൂട്ടിനെ അഡ്മയർ ചെയ്യുവാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇനി പിന്നെ ആ ഒരു എലമെന്റ് നമ്മൾ കാണാൻ പറ്റും. അപ്പൊ അത് ഇന്റർലൂഡ് ആണ്. അത് 16th 15th സെഞ്ചുറി ഒക്കെ നമ്മൾ ഇന്റർലൂഡ്സ് കാണാൻ പറ്റുന്നത്, ഒരു എലമെന്റ് ഓഫ് എന്റർടൈൻമെന്റ് പർപ്പസിന് ഒരു ഫണി തീമും പിന്നെ മ്യൂസിക്കൽ എലമെന്റ് ഇടയ്ക്ക് ബിറ്റ്വീൻ ദ പ്ലേ, ഒരു ലൈറ്റ് ബ്രേക്ക് ബിറ്റ്വീൻ ആക്ട്സ് ഓഫ് പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ മൊറാലിറ്റി പ്ലേയിലും അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ഫോർമേഷൻ ആണ്, അലഗോറി ഇൻ എ ഡ്രമാറ്റിക് ഫോം ആണ്. അത് ചിലപ്പോൾ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് എലമെന്റ് ആയിരിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ സീരിയസ് തീമിന്റെ ഇടയ്ക്ക് ഒരു ഫണി എലമെന്റ് ഇങ്ങനെ വരുമായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രാമയെ പറ്റിയുള്ള ഒരു ഇവല്യൂഷൻ ഓഫ് ഡ്രാമ ഞാൻ ഇന്നത്തെ ചാപ്റ്റർ എടുത്തത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും അടുത്ത ചാപ്റ്ററിന് കാണുന്നു.